மலைகளே மலைகளே இது என்ன நினைவா ഹലോ എവരിവൺ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. ഇന്ന് നമ്മളെ എന്താ പറയുന്നത്, യെസ്, കുറേ ആൾക്കാർ കുറേ കാലമായിട്ട് നിൽക്കുക പെണ്ണ് കാണുന്ന ടൈമൊന്നും ലവ് സ്റ്റോറി ചോദിക്കുന്ന. സോ ഞങ്ങൾ ഇന്നത് പറയാൻ വിചാരിച്ചു. പുതിയപ്പോഴൊക്കെ കുറച്ചൊരു പേടിയുണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കണേന് അല്ലേ, അടുത്ത വീഡിയോ ഒക്കെ ശരിയാക്കാന്ന് പറഞ്ഞിട്ട്. സോ ശരിക്കും ഇൻട്രോവേർട്ടാന്നാ പറയുന്നത്, ഇത് മാറ്റി വെക്ക്. ഓക്കെ, അപ്പം ഇനി ഞാൻ പറഞ്ഞു തുടങ്ങി എങ്ങനെ പരിചയപ്പെട്ടത്. ഓക്കെ, ഫസ്റ്റ് പണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ യൂട്യൂബിൻ്റെ മറ്റേ വീഡിയോ ഇട്ടിരുന്നേ, ലൈക്ക് എൻ്റെ യൂട്യൂബ് ചേണി. അതിൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ യൂട്യൂബിൻ്റെ ഒക്കെ ഫസ്റ്റ് തുടങ്ങിയത് ടിക്ടോക്ക് നിന്നാണ്. എൻ്റെ റിലേഷൻഷിപ്പും ഫസ്റ്റ് തുടങ്ങിയത് ടിക്ടോക്ക് നിന്നാണ്. ടിക്ടോക്കാണ് എൻ്റെ ലൈഫിലെ മെയിൻ എല്ലാ പോയിന്റ്സിൻ്റെയും സ്റ്റാർട്ടിങ് ടിക്ടോക്ക് നിന്നാണ്. ലൈക്ക് ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒക്കെ ടിക്ടോക്കാണ്. അപ്പോൾ ടിക്ടോക്കിൽ നിന്ന് എങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് ഞാനാണ് ഷൈൻ എന്നുള്ള ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഞാനിങ്ങനെ ഒരു ടിക്ടോക്കിൽ ഒരു കുട്ടീൻ്റെ വീഡിയോ കണ്ട്. എന്താ പല്ലിൻ്റെ ക്ലിപ്പോ അങ്ങനെ എന്തോ ഒരു വീഡിയോ ആയിരുന്നു, എന്തോ പല്ലിൻ്റെ ഇഷ്യൂ ഉള്ളത്. അപ്പം ഞാൻ പല്ലിന് ക്ലിപ്പ് ഇട്ട ടൈമിലാണ് ഞാനിത് നോക്കുന്നത്. ക്ലിപ്പ് ഇടാൻ പോണ ടൈമിലാണ് തോന്നുന്നുണ്ടല്ലേ, ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ എപ്പോഴും ബാക്കിയുള്ളവരെ പല്ലിൻ്റെ ഇഷ്യൂ കാണുമ്പോൾ ഇതിന് എന്താ പ്രശ്നം എന്നൊക്കെ നോക്കും. അങ്ങനെ ഞാൻ കമൻറ്റിലൂടെ ഇങ്ങനെ ബാക്കിയുള്ളവരെ കമൻറ്റ്സ് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഷാഹിൻ ഷാൻ്റെ കമൻറ്റ് കണ്ടത്. ഓക്കെ, അങ്ങനെയല്ല, ഈ രണ്ട് പല്ലിൻ്റെ അപ്പുറം ഇപ്പുറം പൊട്ടിയിട്ട് ഒരു പൊട്ടുണ്ടായിരുന്നു. അപ്പം ഇവൻ ആ ഒരു പല്ലിനെ പറ്റിയിട്ട് എന്തോ കമൻറ്റ് ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ടും ആ കമൻറ്റ് കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി വരും. അതിന് മാത്രം എന്താ ഇപ്പോൾ ഇയാളെ പല്ലുമിരിക്കണത്. ഓക്കെ, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി വന്നിട്ടാണ് ഞാൻ ഇവരെ അക്കൗണ്ടൊക്കെ കയറി നോക്കിയത്. പക്ഷെ അന്ന് ഈ കാണുന്ന ഷൈൻഷ ഒന്നും അല്ല ഷൈൻഷ. ഇന്നിപ്പം അങ്ങനെയല്ല, ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പം ഞാൻ ഭയങ്കര പബ്ലിക് അക്കൗണ്ടൊക്കെ പബ്ലിക്കായിട്ട്, ഷൈൻഷ ഭയങ്കര പ്രൈവറ്റാ. പക്ഷെ അന്ന് നേരെ തിരിച്ചായിരുന്നു. ആയിഷ എന്നുള്ള എനിക്ക് വെറും 300 ഫോളോവേഴ്സും ഈ ഷൈൻഷാക്ക് അന്ന് 14K ഓർ സംതിങ് ഈ ടിക്ടോക്കിൽ ഫോളോവേഴ്സ് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ടിക്ടോക്കിൽ. അങ്ങനത്തെ ഒരാളുമാണ്. കണ്ടില്ലേ, ഭയങ്കര കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് തന്നെ നമ്മൾ. അന്ന് ഷൈൻഷ ഇനി ഭയങ്കര എന്താ പറയുക ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള ആള്. ഞാനല്ലേ, ഞാൻ അന്ന് അതൊക്കെ ഫോട്ടോ പോലും എടുക്കില്ല. എൻ്റെ ഫേസ് കാണുന്ന ഒരു ഫോട്ടോ പോലും എൻ്റെ അടുത്തുണ്ടാവില്ല. ഇവൻ ഡെയിലി 2 പോസ്റ്റ്. ഓക്കെ, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഈ കമൻറ്റിൽ കണ്ടിട്ട് എന്താക്കരുത് എൻ്റെ പല്ലിന് ഇപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ ഓൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കി. അപ്പം ടിക്ടോക്കിൽ നമ്മളിങ്ങനെ വെരി റാൻഡം പീപ്പിൾ നമ്മളിങ്ങനെ ലൈക്കൊക്കെ ചെയ്യുമല്ലോ. അപ്പം ഞാൻ എൻ്റെ 2-3 വീഡിയോക്ക് പ്രൊഫൈലിൽ ഞാൻ പോയി നോക്കിയതല്ലേ, ഞാൻ ലൈക്കും ചെയ്തു. ഓക്കെ, ഇനി ഷൈൻഷ പറഞ്ഞു. ഞാനിങ്ങനെ ഒരാൾ വന്ന് ലൈക്കൊക്കെ ചെയ്ത് നോക്കി. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കി. ഭയങ്കര ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്, അധികം വീഡിയോസ് ഒന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഞാൻ ഇതേപോലെ ഫോളോ ചെയ്ത് അതില് പിന്നെ ഫോളോ ബാക്ക് ചെയ്ത് ടിക്ടോക്കിൽ തന്നെ. ഇതൊക്കെ ഭയങ്കര ഡിലേ വരുന്നുണ്ട് കേട്ടോ, കാരണം എനിക്ക് അന്ന് ഫോണില്ല. എൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ പോലും എനിക്ക് യൂസ് ചെയ്യാൻ തരും. ഫോണിൻ്റെ കയ്യിലുണ്ടാവും, പക്ഷേ ഈ ടിക്ടോക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം അങ്ങനത്തെ മെയിൻ സോഷ്യൽ മീഡിയ ആപ്സ് ഒക്കെ എൻ്റെ കാക്ക ലോക്ക് ഇട്ട്. ബിക്കോസ് 10ാം ക്ലാസ് കഴിയാറായ ടൈമൊക്കെയാണ്. അപ്പോൾ കാക്ക ലോക്ക് ഇട്ടിട്ട് എല്ലതും കൂടെ എനിക്ക് 5 മിനിറ്റ്. ഇപ്പോൾ വാട്സപ്പ് നമ്മൾ കയറുമ്പോൾ തന്നെ 1 മിനിറ്റ് ആയി എന്ന് കൂട്ടിക്കോ. ഇൻസ്റ്റഗ്രാമിൽ 2-3 വീഡിയോസ് ഉണ്ട്, അത് 2 മിനിറ്റ് ആയി. ടിക്ടോക്ക് 2 വീഡിയോസ് കഴിഞ്ഞാൽ അന്നത്തെ എൻ്റെ ഫുൾ ഫോൺ യൂസേജ് ക്ലോസ് ആവും. പിന്നെ എനിക്ക് ജസ്റ്റ് ഗൂഗിള്, അതുപോലെ ഫോട്ടോ എടുക്കുന്ന ആപ്പ് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്രോം, ഗൂഗിളാ, ഓക്കെ, ആ സാധനമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പം ഞാൻ എപ്പോഴായിരിക്കും ഇപ്പം ഇൻസ്റ്റയിൽ കയറുക, അല്ലെങ്കിൽ ടിക്ടോക്ക് രാവിലെ കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെ അല്ലേ വരിക. അപ്പോൾ പിന്നെ ഞാൻ ഫോളോ ബാക്ക് ചെയ്യാൻ തന്നെ കുറച്ച് ടൈം എടുത്ത് തോന്നുന്നുണ്ട്. ഞാൻ ഫോളോ ബാക്ക് ചെയ്തു. അപ്പോൾ ഷൈൻഷ മെസ്സേജ് കമ്പനി ആവാനും ഇതന്നെയാണ് പ്രശ്നം. ഫസ്റ്റ് മെസ്സേജ് അല്ലേ, എനിക്ക് തോന്നുന്നതാണ്. എന്താണ് സ്ട്രൈക്ക് ആയിട്ട് തോന്നിയെന്ന് ചോദിച്ചിട്ട് ഐ തിങ്ക്
ഐ തിങ്ക് സോ. അങ്ങനെയല്ല പക്ഷെ അതിൻ്റെ ഹായ് അയച്ചു. അപ്പം ഞാൻ തിരിച്ച് ഹായ് അയച്ചു. ഞാൻ പിറ്റേ ദിവസമൊക്കെ അതിന് കഴിക്കണമല്ലോ, കാരണം എനിക്ക് അപ്പോഴേ ഫോൺ കിട്ടണുള്ളൂ. ഹായ് അയച്ചു. അപ്പം സ്ഥലം എവിടെ ചോദിച്ചു. അല്ലേ ചോദിച്ചു കഴിഞ്ഞ ശേഷം സ്ഥലം എവിടെ ചോദിച്ചു. അപ്പം അന്ന് ഞാൻ ഭയങ്കര എന്താ പറയാ മിണ്ടാത്ത കുട്ടി, ഭയങ്കര ജാട, മിണ്ടാത്ത കുട്ടിയല്ല ജാട ഗൈസ്. അപ്പൊ ഞാൻ ഇങ്ങനെ മലപ്പുറം എന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ സംസാരിച്ചു പിന്നെ മലപ്പുറം ആണ്, പക്ഷെ എറണാകുളത്തേക്ക് ഒരു മാറി വർക്കിന്റെ കാര്യങ്ങളൊക്കെ എറണാകുളത്തേക്ക് പോയി തുടങ്ങിയാണ്, സെറ്റിലായി തുടങ്ങുകയാണ് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ സംസാരിച്ചു. അപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഓക്കെ ഏതോ ഒരാൾ നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് എന്തിനാ, അപ്പം അങ്ങനെ ഒരു മൈൻഡാണ്. ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും അല്ലേ. അപ്പം അങ്ങനെ കേട്ടോ, അങ്ങനെ അപ്പം അപ്പോൾ തന്നെ ഷൈൻ എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തു. ലിങ്ക് ചെയ്യൂല, അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തു. അന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം പബ്ലിക് ആക്കി തുടങ്ങുകയാണ് തോന്നുന്നത്. ഫോളോ ബാക്ക് ചെയ്യാത്തോണ്ട് ഞാൻ ടിക്ടോക്ക് തന്നെ വന്നു പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിൽ വലിയ പുള്ളിയാണല്ലോ അങ്ങനെ ആ മറ്റൊരു നമ്പർ ഉണ്ടല്ലോ അതിറക്കിയതാ, അറിയാണല്ലോ. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ അന്നത്തെ ഞാനെന്ന് പറഞ്ഞാല് ഭയങ്കര എന്താ പറയാ ഇൻട്രോവേർട്ട് എന്നല്ല, ഇന്നെ അറിയണവരടുത്ത് ഭയങ്കര കമ്പനി ആണെങ്കിൽ പോലും അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഭയങ്കര ഇതായിരുന്നു. ഞാൻ അന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോയിങ് കുറച്ച് വെക്കാറുണ്ട്, എന്തോ വലിയ സംഭവമാണ്. അപ്പൊ എൻ്റെ ഒരു ബിലോ 50 ഒക്കെ എനിക്ക് ഫോളോയിങ് ഉള്ളൂ. അന്ന് എനിക്ക് വേറൊരാളെ അങ്ങോട്ട് ഫോളോ ബാക്ക് ചെയ്യാറുണ്ട് മടിയാണ്, എൻ്റെ ഫോളോയിങ് കൂടിയല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം എനിക്ക് ഇവൻ്റെ ഷൈൻ അന്ന് അപ്പം എനിക്ക് ഫോളോ ബാക്ക് ചെയ്യാൻ വയ്യ. അതിൽ ഞാൻ നേരെ പോയിട്ട് എന്ത് ചെയ്തു, ഇൻസ്റ്റ പോയി ഹായ് അയച്ച്. അപ്പോൾ ഞാൻ ഫോളോ ബാക്ക് ചെയ്യാണ്ട് അപ്പം ഞാൻ ഫോളോ ബാക്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മറക്കും. പക്ഷെ ശരിക്കും മറന്നു, ഓനത് ശ്രദ്ധിച്ചിട്ടില്ല. എന്റെ ട്രിക്ക് ഏറ്റു, ഓനത് മനസ്സിലായില്ല. ഞാൻ ഇപ്പം പറഞ്ഞപ്പോഴാണ് ഓന് മനസ്സിലായത് അന്ന് ഞാൻ ഫോളോ ബാക്ക് ചെയ്തിട്ടുണ്ടായില്ല. എനിക്ക് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് അന്നോന് ഫോളോവേഴ്സ് ഉണ്ട് 6K ഒന്നുമല്ല 7K പ്ലസ് ഐ തിങ്ക് സോ. 10K ആ ഒരു ടൈമാണ്. അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവ് അല്ല ഇൻസ്റ്റയിലാണെങ്കിലും. ഓക്കെ, അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ 5 minutes ഉള്ളൂ. അപ്പം എനിക്ക് ഒരു മഹാൻ വന്നിട്ട് ഒരു ബുദ്ധി പറഞ്ഞു തന്നു, ക്രോമിൽ കയറിയാൽ മതി, ടൈം ലിമിറ്റ് ഇല്ലാന്ന്. ആരാണ് എനിക്ക് ഐഡിയ പറഞ്ഞത്? ശരി, ഓക്കെ. അപ്പോൾ ഷൈൻ ഇങ്ങനെ ക്രോമിൽ കയറിയാൽ മതി, അപ്പം ടൈം ലിമിറ്റ് വരും. പക്ഷെ ക്രോമിൽ അറിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ വെബ്സൈറ്റ് ആയിരിക്കും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഡയറക്റ്റ് പോകായിരുന്നു, എന്നിട്ട് പിന്നെയാണ് അതിന്റെ .com കൊടുത്തിട്ട് അങ്ങനെ വെബായിട്ട് എടുത്താൽ മതി പറഞ്ഞു. അങ്ങനെ എടുത്തു. അപ്പോഴതിലെനിക്ക് മര്യാദക്ക് സ്റ്റോറി ഇടാനോ പിക്ചർ കാണാനോ ഒന്നും പറ്റില്ല. ജസ്റ്റ് നമുക്കൊരു ടെക്സ്റ്റ് ചെയ്യാൻ പറ്റിയൊരു മീഡിയം. ആ ടെക്സ്റ്റിന്റെ വോയിസ് ഒന്നും കേൾക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെയാണ്, റീലും ഇല്ല, പക്ഷെ അയക്കണ വോയിസും ഒന്നും കേൾക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ മേ ബി എനിക്കന്ന് ക്ലാസ്സും ഉണ്ട്, ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പം ടെക്സ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ കുറേ കാലം സംസാരിച്ച് നമ്മൾ ഫ്രണ്ട്സായി. ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഞാൻ ഫ്രണ്ട്ലി ആയി സംസാരിക്കുമെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് പെട്ടെന്ന് കണക്ക് കൂട്ടൂല. പക്ഷെ കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടാണ് ഓക്കെ ഇറ്റ്സ് ഫൈൻ ഫ്രണ്ടാണെന്നുള്ളൊരു സംഭവം എനിക്ക് വന്നത്. ഞാൻ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഞാൻ എനിക്കിങ്ങനെ ഇംപ്രസ് ആയപ്പോൾ ഞാൻ അവളുടെ ബിഹേവിയർ അത്യാവശ്യം എനിക്ക് ഇംപ്രസ്ഡ് ആയി. അത്രയും അതായത് എന്താ പറയുക ഭയങ്കര മിനിമലായിട്ട് എൻ്റെ ഇത് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ തോന്നി എന്നാൽ പിന്നെ ഒന്ന് കാണണല്ലോ എന്നുള്ള സ്കീമിലും പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ ചെറുതായിട്ട് ഇംപ്രസ്ഡ് ആയി. ഇവിടെ ഓരോ ചെറിയ മെസ്സേജ് ആണെങ്കിലും ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു റിലേഷന് താല്പര്യമുണ്ട്, ഞാൻ അങ്ങനെ നമുക്ക് ഓക്കെ ആണെങ്കിൽ അത് മുമ്പോട്ട് വെക്കാം എന്നുള്ള സ്കീമിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് ഞാൻ ഇവൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇന്നെ പ്രപ്പോസ് ചെയ്യും ഇന്നോ എനിക്ക് ഇഷ്ടമാവും എന്നുള്ള കാര്യം എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അപ്പോഴേ നമുക്കറിയാം രണ്ടും രണ്ട് സ്വഭാവക്കാരാണ് എന്നുള്ളത്. ഓക്കെ, രണ്ടുപേർക്കും പല കാര്യത്തിൽ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അഭിപ്രായങ്ങളാണെങ്കിലും ഇഷ്ടങ്ങളാണെങ്കിലും എന്താണെങ്കിലും രണ്ടെണ്ണാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ അടിച്ച് പിരിയും. പണ്ട് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവനതൊക്കെ ഓർമ്മ വരികയാണ്, എന്റെ പണ്ടത്തെ സ്വഭാവം അങ്ങനെ ഓർമ്മ വരികയാണ്. അതാണ് നിക്കണ
അപ്പോൾ ഇവ ഫസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഫ്രണ്ടായിട്ടല്ലേ കാണുന്നത്, ഓന് ഇന്ന അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഓനോട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണ്, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. എന്നെ ചീത്ത പറഞ്ഞു. എന്തിന്? ഭയങ്കര ചൂടായിട്ട് പ്രപ്പോസ്. ആ ഒരു സാധനം മാത്രം ഓനക്ക് ഓർമ്മ കിട്ടണില്ല. ഞാൻ പ്രപ്പോസ് ചെയ്ത് പറയണ പോലെ തന്നെ ഞാൻ പ്രപ്പോസ് ചെയ്ത അധികം ആൾക്കാർ ഞാൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫസ്റ്റ് ലവ് അല്ല ഇത്. അപ്പോൾ അതിന് മുമ്പൊക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ റിജക്ഷൻ അങ്ങനെ കിട്ടിയതായിട്ട് എനിക്ക് ഭയങ്കര ഓർമ്മകളൊന്നുമില്ല. റിജക്ഷൻ പക്ഷെ അതിന്ന് കുറച്ച് ഡിഫറെന്റ് എന്റെ അടുത്തേക്ക് എത്തിയപ്പം എനിക്ക് ഫ്രണ്ട് അത്ര ആ ഒരു ഇതിലേന് ഞാൻ ഓൾറെഡി കുറച്ചൊക്കെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളായിട്ടും ഞാൻ അത്യാവശ്യം ഈ പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ ഞാൻ ഇതായി നിൽക്കുന്ന ടൈമല്ലേ. അപ്പൊ എനിക്ക് ആ റിജക്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ റിജക്റ്റ് അല്ല ചെയ്തത്. അപ്പൊ ഓന് എന്തോ എക്സ്പെക്ട് ചെയ്യുന്ന അതില്ല. അപ്പൊ ഞാൻ ചിലപ്പം പോയി കിടന്നുറങ്ങും. ഞാൻ മെസ്സേജ് വാല്യൂ ഇല്ലാത്തൊരു സ്കീം. ഞാനാണെങ്കിൽ അത്യാവശ്യം വാല്യൂ കൊടുത്താണ് നിൽക്കുക. വേറെ കുറെ ആൾക്കാരെ ഞാൻ സൈഡാക്കി നിർത്തിയിട്ട് ഇവൾക്ക് മാത്രം കുറച്ച് വാല്യൂ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ സംസാരിക്കാനായിട്ട് ഞാൻ ടൈമൊക്കെ കണ്ടെത്തി. ഇവർക്ക് കിട്ടാൻ കുറച്ച് സമയമാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു. പക്ഷെ ഇവിടെ ചില ആൾക്കാർ ഞാൻ ഇന്റെ സൈഡ് പറയട്ടെ, ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനെ വന്നോനോ പറഞ്ഞ് എന്താ ഇന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കണോ അങ്ങനെ എങ്ങനെ. ഞാൻ പറഞ്ഞു ഞാനൊരു മണ്ടത്തി. ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്യുന്ന അത്ര അത് ഇത്രേ പറയാം. അപ്പൊ എന്താ നിങ്ങൾ പറയണ എനിക്ക് മനസ്സിലാവണില്ല എന്നൊക്കെ. പെരുമാറ്റം കൊണ്ട് ചില ആൾക്കാർ മനസ്സിലാക്കുമല്ലോ, കുറെയൊക്കെ മനസ്സിലായി. ഇത് അത്രയും ഞാൻ അത്ര ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഒരു ദേഷ്യം വരികയാണ്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ദേഷ്യം വരോട് എനിക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണം, ഇല്ലെങ്കിൽ പറയണം ഷൈന എനിക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെയൊന്നുമില്ല. ഒറ്റടിക്കുന്ന ആലോചിക്കുന്ന ടൈം പോലും എടുക്കാണ്ട് അങ്ങനെയൊന്നുമില്ല ശരിയാവില്ല എന്നൊക്കെ. അയ്യോ കുറച്ചേരം സൈലൻസ്, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു റിജക്ഷൻ കിട്ടണം. അന്ന് ഞാൻ ഉറപ്പിച്ചു ഞാൻ ഈ പരിപാടി നിർത്താനുള്ള പരിപാടി ഇനി പ്രേമിക്കൂല തന്നെ തോന്നിപ്പോയി. അമ്മ റിജക്ഷൻ എനിക്ക് കിട്ടിപ്പോയത്. അത് എനിക്കെന്നെ നാണം പിന്നെ ആലോചിച്ചിട്ട് സത്യം ഇവന് നല്ലോണം ചടച്ചിക്കണത് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഡൗൺ ആയി പോയി ഗൈസ്. അങ്ങനെ ഒരു റിജക്ഷൻ ആയിരുന്നു എനിക്ക് കിട്ടിയത്. എനിക്കതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. അപ്പോൾ വേറൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും വേറൊരു ഷൈനെന്നല്ല വേറൊരാളെ ഞാൻ അപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടേനില്ല. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വിഷമായില്ലേ അങ്ങനെ എന്തോ ചോദിച്ചു. അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് പ്രായമാകുമ്പം എൻ്റെ വീട്ടിൽ വന്ന് ഓക്കെ ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രായമാവും, നമുക്ക് കല്യാണത്തിൻ്റെ ഒരു പ്രായമാവുമല്ലോ, അത് വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് എൻ്റെ വീട്ടുകാർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു വീട്ടുകാർക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ ആവുമോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ആവണമെങ്കിൽ ഇപ്പം ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ അതായിരുന്നു എനിക്ക് കിട്ടിയ. അതെ, അപ്പം അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളുടെ തുടക്കം. അങ്ങനെ നമ്മൾ ഓക്കെ ഫൈൻ ഓക്കെ ഇതൊരു ഇങ്ങനെ രണ്ടുപേർക്കും ഓക്കെ ആണെന്നുള്ളൊരു സംഭവം എത്തിയതും അങ്ങനെ എത്തി. പക്ഷെ പറയുമ്പോൾ മേ ബി ഓക്കെ ഫൈൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ പറയാം. അപ്പോൾ ഒന്നാമത് ഭയങ്കര ടെക്സ്റ്റ് ചെയ്യും, ഞാൻ നല്ലപോലെ എത്ര വേണേലിരുന്ന് ടെക്സ്റ്റ് ചെയ്യും. പക്ഷേ ഈ കോളിങ് അങ്ങനത്തെ സംഭവം എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ തീരെ കോൾ ചെയ്യില്ല. എൻ്റെ ഫോണിലെ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വെറുതെ വെച്ചൊരു സംഭവം അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞാൽ നേരെ തിരിച്ചാ, ഓൺ ടെക്സ്റ്റിനെക്കാളും പ്രിഫർ ചെയ്തിരുന്നത് കോളായിരുന്നു. നമ്പർ പോലും കിട്ടാൻ കാലങ്ങൾ എടുത്തതാണ് കോള്. ആകെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നതിന് ഇൻസ്റ്റഗ്രാമിൽ മാത്രം, അതും ഈ എസ്സിന് ശേഷം പോലും ഒരുപാട് കാലം. പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് കോമഡി എന്താണെന്ന് അറിയാം. പക്ഷെ അതിന് എനിക്ക് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചതിന് ശേഷം എനിക്ക് ഇവന് ഇൻസ്റ്റയിൽ വോയിസ് അയച്ചു ലൈക്ക് ഇങ്ങനെ നമ്പർ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അതിൻ്റെ വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം വെബാണല്ലോ. ഇൻസ്റ്റഗ്രാം വെബിൽ വോയിസ് മെസ്സേജ് കിട്ടൂല. അപ്പോൾ കാക്ക കാണട്ടോ വീഡിയോ ഒന്നും. എന്നിട്ടില്ലേ
കാക്ക ഇവിടെ കണ്ടെങ്കിൽ പോയിക്കോ നീ ബാക്കി കണ്ട. ഓക്കെ, അങ്ങനെ ഇത് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ വിചാരം എന്താ, ഞാൻ കേട്ടിട്ട് ഇത് റിപ്ലൈ ആക്കണില്ല, ഞാൻ ഇത് മൈൻഡ് ആക്കാണ്ട് നിൽക്കണമെന്നാണ് ഇവൻ കരുതുന്നത്. അപ്പോൾ പറഞ്ഞു എന്നോടൊക്കെ ഒരു കാര്യം ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറയും എന്ത് കാര്യം, എന്താ ചോദിച്ചു? അപ്പം ഇങ്ങനെ മനസ്സിലാക്കണം ആ ഒരു ലെവലിലാണ് ഞാൻ അപ്പോഴും നിൽക്കണമെന്നുള്ളത് കേട്ടോ. ഞാനാണെങ്കിൽ ഓനോട് പറഞ്ഞതുമില്ല എന്ത് എനിക്ക് വാട്സപ്പാണ് വോയിസ് മെസ്സേജ് ഞാൻ കേട്ടിട്ടില്ലാന്ന് ഞാൻ തൊള്ളർന്ന് പറഞ്ഞതുമില്ല. കാരണം ഞാൻ എന്താ പറയാ കെയർലെസ് എന്നല്ല, ഞാൻ എന്താ പറയാ ആ ഒരു അറ്റാച്ച്മെന്റ് എത്തിയിട്ടില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അറ്റാച്ച്മെന്റ് എത്തിയാൽ എനിക്കിങ്ങനെ വളവള സംസാരിക്കാനും സംഭവം വരില്ല. ഇവനൊക്കെ എന്തെങ്കിലുമൊക്കെ എന്റെ വായനൊന്ന് വന്ന് കിട്ടുവോ ഇങ്ങനെ നിൽക്കാം കോരിട്ടൊക്കെ കുത്തി വെക്കും. ഇവിടെ എന്തെങ്കിലും വർത്താനം പറയോ? ഒരാൾക്ക് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പോലും ഫോട്ടോ ഉണ്ടായില്ല കാലങ്ങളോളം. ഫോട്ടോ ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഞാൻ ഫോട്ടോ എടുക്കൂല, ഒരുപാട് കാലം ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ശരിയാ, ഞാൻ അങ്ങനെ സൈഡ് പിക്ക് അങ്ങനെ കൊടുക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോയിട്ടില്ല, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ സ്നാപ്ചാറ്റിലെ ഫിൽറ്റർ ഇട്ടതൊക്കെ ആ ഒരു ലെവലിൽ ഇരുന്ന് നമ്മളത് മൊത്തം പോയിനെ. ആൻഡ് അതുവരെ നമ്മൾ മീറ്റ് ആക്കിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് വേറൊരു കോമഡി. വർഷങ്ങളോളം, അതെ, ഒരു 1.5-2 വർഷത്തിന്റെ അടുക്ക് നമ്മൾ മീറ്റ് ആക്കിയിട്ടേ ഇല്ല, പരസ്പരം കണ്ടിട്ടേ ഇല്ല. ഇടക്ക് പിന്നെ ഞങ്ങളെ ലവ് തുടങ്ങുന്ന ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ്. ഫുൾ ലോങ് ഡിസ്റ്റൻസ് ആണ്. അതിൽ തന്നെ ഒതുങ്ങി പോകുന്നു വിചാരിച്ചിരുന്നു. അതിന് മുമ്പ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പോലെയല്ല, അവരിട്ടിരുന്ന എഫേർട്ട് പോലെ ഒരു എഫേർട്ട് ഇടുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ഇടുന്ന എഫേർട്ടിന് യാതൊരു വിലയും കൽപ്പിക്കണം. അങ്ങനെ അല്ലേ? അങ്ങനെയൊക്കെ തന്നെ. അതിനെ കുറിച്ച് ചിന്തിക്കുള്ള അതാണ് മെയിൻ കാര്യം. ഞാൻ ഒട്ടും എക്സ്പ്രസീവ് അല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് ഞാനെന്ന് പറഞ്ഞാൽ എനിക്കൊരു റിലേഷൻഷിപ്പ് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ അപ്പോഴും ആലോചിക്കുന്നില്ല. അങ്ങനെയല്ല, സീരിയസ് ആയിട്ട് എനിക്കൊരു പാർട്ട്ണർ ഞാൻ ആ ഒരു മൈൻഡിലേക്ക് എത്തിയിട്ടില്ല സത്യം പറഞ്ഞാലും. കൊറേ പ്രശ്നമുണ്ടായിരുന്നു. ഞാനും പറയാം ഓക്കെ ബിക്കോസ് ഞാനും എന്റെ മെയിലീഗൊക്കെ ഹേർട്ടായതിനു ശേഷം ഞാനും പറയാൻ തുടങ്ങി ഓക്കെ ഫൈൻ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള സ്കീമിലൊക്കെ അങ്ങനെ കുറെ കാലൊക്കെ മിണ്ടാണ്ടൊക്കെ പോയിട്ടുണ്ട്. അത് വേറെ കാര്യം. അങ്ങനെ കുറെ പ്രശ്നമായിട്ടുണ്ട് ആക്കോട്ടെ. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മീറ്റ് ആക്കിയത്. അതും ജസ്റ്റ് ഒരു 5 minutes 10 minutes ജസ്റ്റ് കണ്ടു പോയി, അത്ര ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനത്തെ മീറ്റൊക്കെ റോഡ് സൈഡിൽ വെച്ചിട്ട് ജസ്റ്റ് കണ്ടു പോയി. അങ്ങനെ തന്നെ നമ്മളെ കുറെ മീറ്റ് അങ്ങനെ തന്നെ ജസ്റ്റ് കാണും. ഓക്കെ ഫൈൻ. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. ഇവൻ എറണാകുളത്തായിരിക്കും, ഞാൻ ഇവിടെ ആയിരിക്കും. പിന്നെ അവൻ ഇവിടെ ഉള്ള ടൈമിലാണെങ്കിൽ ഇപ്പോൾ ഇവൻ കാലൊടിഞ്ഞിട്ടും കൈയൊടിഞ്ഞിട്ടേക്ക് ഇവരെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ പിന്നെ നമുക്ക് കാണാനും നടക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോഴൊക്കെ ഇപ്പം വീട്ടിലേക്ക് വന്ന് റെസ്റ്റ് എടുക്കുന്നത്. അങ്ങനെ ആ ഒരു ഇതിൽ പോവാ നമ്മള്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നേരത്തെ പകൽ കുറേ പ്രശ്നങ്ങളും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും വഴക്കും കുറേ ബ്രേക്ക് എടുക്കലും. ഇത് ബ്രേക്കപ്പാണ്, നടക്കൂല, എനിക്ക് വേണ്ട എന്നൊക്കെ ഞാനൊക്കെ എനിക്ക് വേണ്ടത് ശരിയാവൂല, എനിക്ക് കഴിയൂല, ഞാൻ പറഞ്ഞോണ്ട് അത്ര വേണം. കാരണം എനിക്ക് പറഞ്ഞാല് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ വിചാരിച്ച പോലെ അല്ല അത്, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമായി. രണ്ടാളും അങ്ങനെ തൊട്ട പ്രശ്നം പറഞ്ഞ പ്രശ്നം അങ്ങനെ. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിനെല്ലാം നമ്മളെടുത്ത് അതൊന്നുമല്ല കേട്ടോ. ആ ഭയങ്കര ആ പ്രശ്നങ്ങളെല്ലാം. അങ്ങനെ പിന്നെ ഞാന് ബാംഗ്ലൂർ പോയി. ഇത്ര നമ്മൾ മീറ്റ് ആക്കൂല ബിക്കോസ് രണ്ടുപേരും സെയിം നാട്ടിൽ വരില്ല. അങ്ങനൊക്കെ ആയി നമ്മൾ വളരെ ചുരുക്കമാണ് മീറ്റ് ചെയ്യലൊക്കെ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബാംഗ്ലൂർ കഴിയുന്നതിൻ്റെ കുറച്ച് മന്ത്സ് മുന്നേ അല്ലേ നമ്മൾ വീട്ടിൽ പറഞ്ഞത് എക്സാംസ് ഒക്കെ. ഞങ്ങൾ വീട്ടിൽ പറയണം വിചാരിച്ചു. അങ്ങനെ ആ ഒരു ടൈം എത്തിയപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പിടിച്ചാണോ അങ്ങനെയാണ്. അല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല കമ്പനിയായി. ലൈക്ക് നമ്മൾ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള ഒരു സാധനത്തേക്ക് എത്തി. നമ്മളിപ്പോ അപ്പുറത്തിപ്പുറത്തെ ഒരു പാർട്ട്ണറിനേക്കാളും നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നുള്ള ഒരു സംഭവം എത്തി. അതെത്തിയപ്പോഴാണ് ആക്ച്വലി നമ്മൾ രണ്ടുപേർക്കും എനിക്കും തന്നെ ഓക്കെ ഇതിന്റെ ഒരു പാർട്ട്ണർ ആണ്, ഓക്കെ ഞാനൊരു റിലേഷൻഷിപ്പിലാണ് എന്നുള്ള ഒരു സംഭവം എനിക്ക് കിട്ടിയപ്പം ഷാൻ്റെ പകുതി പ്രശ്നങ്ങളും പരാതികളും തീർന്നു. ഓനും ഹാപ്പിയായി, ഓന്റെ പ്രശ്നം നിന്നപ്പോ ഞാനും ഹാപ്പിയായി. അല്ലേ? അങ്ങനെയാണ് നമ്മള്. പിന്നെ നമ്മൾ രണ്ടുപേരും മാറാൻ രണ്ടുപേർക്കും വേണ്ടിട്ട് രണ്ടുപേരും മാറി. പിന്നെ ഷൈൻഷാക്ക് വേണ്ടിട്ട് ഞാൻ എന്റെ
ലൈക്ക് പല കാര്യങ്ങളും സ്വഭാവങ്ങൾ ലൈക്ക് വാശിയിലാണെങ്കിലും ദേഷ്യത്തിലാണെങ്കിലും കുറെ ഞാൻ കുറച്ചു. എന്റെ ലൈഫ് സ്റ്റൈലാണെങ്കിലും സ്വഭാവങ്ങളാണെങ്കിലും പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മള് പരസ്പരം ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. ലൈക്ക് വേറൊരാൾക്ക് ഇഷ്ടപ്പെടാണ്ട് ഞങ്ങളെ മാറി അത് ഇത് ചെയ്യുന്ന അങ്ങനെ പറയേണ്ട ആവശ്യം തന്നെ സ്വാഭാവികം. ഞാൻ ഇപ്പൊ ഓൾക്ക് ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ഓള് ഞാൻ അങ്ങനെ നല്ല രീതിക്ക് കാണണം എന്നുള്ള രീതിക്ക് ഞാൻ തന്നെ കുറെ ഞാൻ മാറി. എനിക്കത് ഇഷ്ടമായിരുന്നു. എനിക്ക് ആ മാറ്റങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ ഞാനും ഓക്കെ ഇതിങ്ങനെയാണ്, ഇത് മുന്നോട്ട് പോകണം, ഇത് എനിക്ക് ലൈഫിൽ എനിക്കും വേണ്ട ഒരു കാര്യമാണെന്നുള്ളത് കൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ആ ഒരു സംഭവത്തിൽ അല്ലെ നമ്മള് സെറ്റപ്പ് ആക്കി എടുത്തു. അങ്ങനെയാണ് കാരണം നമ്മള് ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു റിലേഷൻഷിപ്പാണ്. അതിനൊക്കെ ശേഷം ഞങ്ങൾ വീട്ടില് ഒക്കെ ലാസ്റ്റ് മൊമെന്റ് ഞങ്ങൾക്ക് തന്നെ ഒക്കെ അതൊക്കെ ഇതൊക്കെ നല്ല കുറെ ടൈമിൽ നടന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ റിലേഷൻഷിപ്പ്. ഇറ്റ് വാസ് നോട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല, പക്ഷെ ഞങ്ങൾ വേറെ പൊക്കി പറയല്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് കുറേ പേർക്ക് ഞാൻ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിട്ടുണ്ട്. ടോക്സിക് ആയിട്ടും ഭയങ്കര കൺട്രോളിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തതല്ല ഞങ്ങൾ പറയുന്നത് അടിപിടിന്ന് അങ്ങനത്തെ ആ ഒരു അടിപിടി അല്ല കേട്ടോ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളത്തൊക്കെ വേറെ പ്രശ്നങ്ങളാണ്, അതൊന്നുമില്ല. ആ ഒരു സംഭവേ നമ്മളുടെ ഇടയിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പം അത്രേ ഉള്ളൂ ഞങ്ങളൊരു ലവ് സ്റ്റോറി. ഇനി ബാക്കി കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഉണ്ട് കുറച്ച്, അത് അടുത്ത Q&A ആയിട്ട് നമ്മൾ ചെയ്യാം. ലവ് സ്റ്റോറി പിന്നെ അതിൽ മിക്സ് ആയി പോകും. ഇപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു തലയും വാലും ഇല്ലാതെ അയക്കണോ എന്റെ പുതിയാപ്പിളിന്റെ പേടി മാറി. ഞാൻ ഇവിടെ ഇതിന് പ്രിപ്പയർ ആവാനെടുത്ത 1 hour ആണ്. പേടിച്ചിട്ട് ഉറങ്ങ ഞാൻ ചെയ്യില്ല വീഡിയോ എന്നൊക്കെ പറയാറ്. ഞാൻ പെരേ പോവാണെന്നൊക്കെ എന്നോട് എപ്പോഴും ഒരു ധൈര്യം കിട്ടി. ആ ധൈര്യത്തിലാണ് കുറച്ചേരം ഉറങ്ങി കണ്ണടിച്ചിങ്ങനെ കിടന്നപ്പോ വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മള് വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർക്കൊന്നും മാഷാഅല്ലാഹ് ഒരു കുഴപ്പം, ഒരു 1% പോലും ഒരു കുഴപ്പം. അതിന്റെ വീട്ടിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല, എന്റെ വീട്ടിലും പ്രശ്നമില്ല. ഫസ്റ്റ് അറിഞ്ഞത് ഷൈന്റെ വീട്ടിലേക്കാണ്. ഫസ്റ്റ് ഷൈന്റെ വീട്ടുകാരറിഞ്ഞു, പിന്നെ എന്റെ വീട്ടുകാരും. എനിക്ക് ശരിക്കും എന്റെ വീട്ടുകാരും ഒരുമിച്ച് കാര്യം അറിയണമെന്നുണ്ടായിരുന്നു കേട്ടോ. എന്റെ വീട്ടിൽ ഫസ്റ്റ് എന്റെ ഹാദി അറിഞ്ഞു, പിന്നെ എന്റെ കുറച്ച് കസിൻസിനും അറിയായിരുന്നു കേട്ടോ. അപ്പൊ രണ്ട് വീട്ടിൽ ഒരുമിച്ച് പറയണമെന്നുണ്ടായിരുന്നു. ബട്ട് ഡ്യൂ ടു സം റീസൺസ് പിന്നെ ഷൈന്റെ വീട്ടുകാർക്ക് ആദ്യം കുറെ ക്ലൂ ഒക്കെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. പിന്നെ എന്റെ കസിൻസിനും ഒക്കെ നല്ലപോലെ അറിയാം. കസിൻസും ഞങ്ങളൊക്കെ നല്ല കമ്പനിയും നമുക്ക് നല്ല പരിചയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓർക്ക് പിന്നെ ഏറെക്കുറെ അറിയാം. പിന്നെ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇവന്റെ ഒരു അറേഞ്ച് മാരേജോ നോ പറഞ്ഞപ്പോ തന്നെ വീട്ടുകാർ ചോദിച്ചത് ഏതാണ് യൂട്യൂബിലെ വീഡിയോ ഒക്കെ ചെയ്യുന്ന കുട്ടിയാണോ വായിച്ചത്. അപ്പൊ തന്നെ ഓർക്കോട്ടുമ്പോ ഓർക്ക് നേരെ ഇന്നെ വന്ന് കാണാലോ, ഇന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓർക്ക് അറിയാലോ. അപ്പൊ എക്സ്പ്ലെയിൻ പബ്ലിക് അക്കൗണ്ട് എല്ലാം തുഫാനാക്കി കളഞ്ഞിട്ടുണ്ട്. ഈ ടൈം ആയപ്പോ തന്നെ എന്താ ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഷാഹിന്റെ വീഡിയോസ് ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം കൊണ്ട് തന്നെ എനിക്ക് ടിക്ടോക്കിൽ അത്യാവശ്യം ഞാൻ പോസ്റ്റ് ചെയ്യാനും തുടങ്ങി. ഷാഹിൻ അപ്പോത്തിന് പിന്നെ ഓന്റെ ഒന്നാമതോ ബിസി ആയി, പിന്നെ കുറെ വർക്കിന്റെ ബിസിനസിന്റെ കാര്യങ്ങളിൽ ബിസി ആയി. പക്ഷെ ഞാൻ അപ്പോഴാണ് എനിക്കൊന്നും കൂടെ എന്താ പറയാ ഇതായിട്ട് തുടങ്ങിയത്. സ്റ്റെപ്പായിട്ട് ഞാൻ കയറി തുടങ്ങിയത് അപ്പോഴാണ്. പിന്നെ ഷൈൻ അതേപോലെ തന്നെ ഇൻസ്റ്റയിലും കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. പിന്നെ അവൻ തീരെ ആക്റ്റീവ് അല്ലാണ്ടായി, ലൈക്ക് 0 പോസ്റ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ആ അക്കൗണ്ട് ഒഴിവാക്കിയിട്ട് പുതിയ അക്കൗണ്ട് എടുത്തു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാലും ഈ ഒരു ഞങ്ങൾ രണ്ടുപേരും ആയതിനു ശേഷമാണ് തോന്നുന്നു ഞാൻ സോഷ്യൽ മീഡിയയിലും കൂടെ ഞാൻ ഒന്നുകൂടെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒന്നുകൂടെ ഗ്രോ ചെയ്യാനെന്നല്ല എഫേർട്ട് ഇടാൻ തുടങ്ങിയത് അല്ലേ, പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയത് കുറച്ചൊക്കെ ആയതിനു ശേഷം. ഇപ്പൊ അതുകൊണ്ട് ഞാൻ പിടിച്ച് വലിച്ചിരുത്തിയത്. ഇപ്പൊ ഓന് ധൈര്യം അത്ര അന്ന് ഈ യൂട്യൂബില് വീഡിയോ എന്തൊരു പ്രശ്നം ഞാൻ തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പം ഇത്രയുള്ളൂ ഞങ്ങളെ ലവ് സ്റ്റോറി. പിന്നെ നിങ്ങൾ കുറെ പേര് റിലേഷൻഷിപ്പിൽ എന്തൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പിൾസ് ആണെന്നൊക്കെ വിചാരിക്കും. അല്ല, നമ്മളുടെ ഇടയിലും പ്രശ്നമുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, വഴക്കുണ്ട്. അത് വഴക്കുണ്ടാവും, പ്രശ്നമാക്കും, ചീത്ത പറയും, ഞാൻ ദേഷ്യം കാണിക്കും, വാശി കാണിക്കും, ഓൻ അതിന്റെ ദേഷ്യം കാണിക്കും. പക്ഷെ നമ്മളെ സംസാരിക്കും. ഓക്കെ, എന്താണ് പ്രശ്നം, പിന്നെ ഒക്കെ ഒന്ന് ഒതുങ്ങിയതിനു ശേഷം എന്തായിരുന്നു പ്രശ്നം, ഈഗോ ഒന്ന് തന്നതിനു ശേഷം നമ്മൾ സംസാരിക്കും. എന്താണ് അക്സെപ്റ്റ് ചെയ്തു, പാർട്ട്നേഴ്സ് ആണ് എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തോട്ട് അത് പോകരുത് എന്നുള്ള കാര്യം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ അങ്ങനെ നോക്കും. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, ലെറ്റ്സ് ഹാൻഡിൽ ഇറ്റ് ടുഗദർ, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളാരെങ്കിലും നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഓലെ റിലേഷൻ നോക്ക് അത്ര അടിപൊളി ഇത്ര അടിപൊളി എന്നൊക്കെ ചിലപ്പോ ഞങ്ങളെ റീല് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ കുറെ ആൾക്കാരെ കമന്റ് കണ്ടു, എന്തൊരു ഗ്രീൻ ഫ്ലാഗ് ആണ് ഷാഹിൻ എന്നൊക്കെ. അല്ല ഗൈസ്, ഞാൻ അത്ര വലിയ ഗ്രീൻ ഫ്ലാഗ് ഒന്നുമല്ല, പക്ഷെ ഭയങ്കര റെഡ് ഫ്ലാഗ് ഒന്നുമല്ല.
ഇവരാരും ഞാൻ ഗ്രീൻ ഫ്ലാഗാ പറയണില്ല. അത് പറയൂല, സ്വാഭാവികം. അയ്യോ മോശമായി. എന്ത് ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ് പറയാ? ഈ ഭയങ്കര ഗ്രീൻ ബാഗിൽ പച്ചക്കൊടി കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പം അത്രക്കാണ് നമ്മളെ ലവ് സ്റ്റോറി കഥകൾ, കഥകൾ. അങ്ങനെ അത് നിക്കായിലെത്തി ഗൈസ്. ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് Q&A പോസ്റ്റ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. 10 മിനിറ്റിലാറായി. കുഴപ്പമില്ല. ബൈ ബൈ കൊടുത്താം. ബൈ ബൈ.